ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ആർപ്പോ ആർത്തവം എന്ന പരിപാടിയെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. മുഖ്യമന്ത്രി പോലും ഈ പരിപാടിയിൽ നിന്നും പിന്മാറിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷവും വനിതാ മതിലിന്റെ വമ്പിച്ച വിജയത്തിന് ശേഷവും സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രധാന പരിഹാസം. രഹന ഫാത്തിമയായിരുന്നു ഇതിലെ പ്രധാന താരമെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പരിഹസിക്കുന്നു. അതുമാത്രമല്ല, ശബരിമലയിൽ കയറിയ കനകദുർഗയ്ക്കും ബിന്ദുവിനും ആർപ്പോ ആർത്തവം പരിപാടിയിൽ സേവാ മെഡൽ ദാനം ചെയ്യുമെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു. കൊച്ചിയിൽ ഇന്ന് ആരംഭിക്കുന്ന ആർപ്പോ ആർത്തവം എന്ന പരിപാടിയുടെ സംഘാടകർ പഴയ ചുംബന സമരക്കാരും കുറച്ച് സാംസ്കാരിക നായകന്മാരുമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് തയ്യാറായി പാതി വഴി തിരികെ ഇറങ്ങിയ രഹന ഫാത്തിമ ആയിരുന്നു ഇതിലെ പ്രധാന താരം. വനിതാ മതിലിന്റെ വമ്പിച്ച വിജയത്തിനും ശബരിമല യുവതീ പ്രവേശനത്തിനും ശേഷമാണ് ഈ പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നതെന്ന് പരിഹസിക്കുന്ന ജയശങ്കർ, ഇതിൽ കേരളത്തിലെ അഭിനവ നവോത്ഥാന നായകർ പങ്കെടുക്കുമെന്നും ശബരിമല ദർശനത്തിനെത്തിയ ശബരിമല കീഴടക്കിയ വനിതകൾക്ക് ഇവിടെ വെച്ച് അതിവിശിഷ്ട സേവാമടനുകൾ സമ്മാനിക്കുമെന്നും ആർപ്പോ ആർത്തവത്തെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു. പഴയ ചുംബന സമരക്കാരും മറ്റേതാനും സാംസ്കാരിക നായകനും ചേർന്നാണ് കഴിഞ്ഞ നവംബർ 25-ന് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ആർപ്പോ ആർത്തവം പരിപാടി സംഘടിപ്പിച്ചത്. തുലാമാസ പൂജയ്ക്ക് ശബരിമല കയറാൻ ശ്രമിച്ചു പകുതി വഴിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്ന രഹന ഫാത്തിമ ആയിരുന്നു പ്രധാന താരം. മതവികാരം വ്രണപ്പെടുത്തിയ കേസിൽ തൊട്ടടുത്ത ദിവസം ഫാത്തിമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഏതാനും ദിവസം അവർ ജയിൽവാസം അനുഭവിച്ചു. വനിതാ മതിലിന്റെ വമ്പിച്ച വിജയത്തിനും ശബരിമല യുവതീ പ്രവേശനത്തിനും ശേഷം ഇതാ ആർപ്പോ ആർത്തവത്തിന്റെ രണ്ടാം ഭാഗം എറണാകുളത്ത് അരങ്ങേറുന്നുവെന്നാണ് ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഘാടകർ പഴയ കൂട്ടർ തന്നെ. വേദി കുറെ കൂടി സ്ഥല സൗകര്യമുള്ള മറൈൻ ഡ്രൈവിലേക്ക് മാറ്റിയെന്നും ജയശങ്കർ പരിഹസിക്കുന്നു. സാംസ്കാരിക പ്രവർത്തകരും ചുംബന പ്രതിഭകളും മാത്രമല്ല, നവകേരള ശില്പികളും അഭിനവ നവോത്ഥാന നായകരും ഇക്കുറി ആർപ്പോ ആർത്തവത്തിൽ പങ്കെടുക്കുന്നു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യപ്രഭാഷകൻ KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനെ ക്ഷണിച്ചു. പക്ഷേ കൃത്യാന്തര ബാഹുല്യം നിമിത്തം പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വെള്ളാപ്പള്ളി അറിയിച്ചതായും ജയശങ്കർ പറയുന്നു. ശബരിമല കീഴടക്കിയ കനകദുർഗ, ബിന്ദു എന്നിവർക്ക് പരമവീര ചക്രവും കനകബിന്ദു ഓപ്പറേഷൻ വിജയകരമായി നടപ്പാക്കിയ കോട്ടയം SP ഹരിശങ്കറിന് അതിവിശിഷ്ട സേവാ മെഡലും അയ്യപ്പ കീർത്തനം രചിച്ച സംവിധായകൻ പ്രിയനന്ദന് എഴുത്തച്ഛൻ പുരസ്കാരവും ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ ഫേസ്ബുക്കിലൂടെ പരോക്ഷമായി വിമർശിക്കുന്നു. കൂട്ടത്തിൽ രഹന ഫാത്തിമയ്ക്കെതിരെയുള്ള കേസ് കൂടി പിൻവലിക്കാൻ സർക്കാരിന് ദയവുണ്ടാകണമെന്നും ജയശങ്കർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.